ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും ദീ പുള്ളി ഇതിങ്ങനെ നിൽക്കുന്നതാണ്. എന്തിനാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ 2 ദിവസത്തേക്ക് കൊല്ലത്തോട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ താന്നി ബീച്ച് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ താന്നി ബീച്ച് കാണിക്കാൻ കൊണ്ടുപോയി. നല്ല അടിപൊളി ബീച്ചായിരുന്നു. പലതവണ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര കാര്യമായിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കല്ലെങ്കിലും പച്ചപ്പും ഹരിതാപയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ്. മയ്യനാട് താന്നി ബോർഡറിൽ ഇഷ്ടം പോലെ മീൻ നല്ല വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പൊഴിക്കരയിലോട്ട് വന്നു. ഈ പൊഴിക്കര എന്ന് പറഞ്ഞുള്ള സ്ഥലം എന്ന് പറയുന്നത് കടലും കായലും കൂടെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ. കുറേ നേരം കടലും കായലും ഒക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ വായി നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന മീനൊക്കെ വാങ്ങിച്ച് ഡിക്കിയിലാക്കി നേരെ വീട്ടിലോട്ട് പോയി. ഇതിപ്പം കുറേ കൊഞ്ച്, വലിയ കൊഞ്ചാണ് കേട്ടോ. ഇവിടെയൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല വലിയ കൊഞ്ച്, എന്നാൽ ഭയങ്കര വിലക്കുറവിൽ നമുക്ക് ഒരുപാട് കൊഞ്ചും കുറേ മീനും കിട്ടി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം, ഞണ്ട് എന്ന് പറയുന്നത്. എനിക്കൊന്ന് അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും വലിയ ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലത്ത് നല്ല വിലക്കുറവിൽ ഫ്രഷ് അവിടെ നിന്ന് പിടിക്കുന്ന മീനെ തന്നെ ഫ്രഷായിട്ട് കിട്ടുന്നുള്ളത് എനിക്കൊന്ന് അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും വലിയ ഐഡിയ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് ഇഷ്ടംപോലെ ഞണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചോദിച്ച വിലയിൽ, നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ നല്ല വലിയ കൊഞ്ച്. എന്നാൽ കൊഞ്ചും ഞണ്ടൊക്കെ വാങ്ങിച്ചില്ലേ, ഇനി ഞാൻ ചിക്കൻ കറി വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയുമായിട്ടുള്ള അങ്കംവെട്ടിലേക്ക് പോയി. ഞാനിതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടില്ല, എന്നാൽ ഇന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചിക്കനുമായിട്ട്. പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ടും കുറേയൊക്കെ എൻ്റെ ചിറ്റ ഹെൽപ്പ് ചെയ്തതുകൊണ്ടും ഒരു വിധത്തിൽ ചിക്കൻ വലിയ മോശമില്ലാതെ വന്നു. അങ്ങനെ എല്ലാവരും ചിക്കനൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാവരും കഴിച്ചു. എനിക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ എന്ന് കൊണ്ട് നമ്മുടെ എബിക്കുട്ടൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കൊല്ലത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ വന്നതാണ്. എന്നാൽ പിന്നെ ചുമ്മാ പോയി കളയാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.